ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എന്നു വെച്ചാൽ പൊന്നാച്ചിനെ കൊണ്ട് ഫസ്റ്റ് ടൈം ബസ്സിൽ പോവുകയാണ് പാലക്കാട് വരെ. എൻ്റെ വീട്ടിൽ പോവുക. അമ്മ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോവുക. ഒത്തിരി ആയി വീട്ടിൽ പോയിട്ട്. അപ്പോൾ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. ഉണ്ണേട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. ഉണ്ണേട്ടന് വർക്കിൻ്റെ ചില കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ നിൽക്കും. അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി രാവിലെ അമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം പൊന്നാച്ചിനെ കൊണ്ട് ബസ്സിൽ പോവുക എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല. അവൾ നിൽക്കത്തില്ല, പിന്നെ ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പം ഓക്കെ, എല്ലാം ഏകദേശം പാക്ക് ചെയ്തു, ഒരുങ്ങി നിൽക്കുക. ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. ഇപ്പം സമയം 1 മണി ആയെന്ന് തോന്നുന്നു. അപ്പോൾ 2-നുള്ളിൽ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിച്ചിട്ട് ഇറങ്ങും ഗായ്സ്. അപ്പോൾ ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പൊന്നാച്ച നാണ്ട കണ്ണപ്പൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഉണ്ണേട്ടൻ ഞങ്ങളെ കോട്ടയം ബസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പൊന്നാച്ച ബസ്സിൽ കയറി. അങ്ങനെ പൊന്നാച്ചൻ ഫസ്റ്റ് ടൈമായിട്ട് ബസ്സിൽ കയറി കേട്ടോ. ആദ്യം ഇങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ടായിരുന്നു, കാറ്റൊക്കെ അടിക്കുന്നത് കണ്ടിട്ട്. പിന്നെ അമ്മയുടെ മടിയിൽ കുറച്ച് നേരം ഇരുന്നു, പിന്നെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. കുഞ്ഞിന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഇറങ്ങിയതുകൊണ്ട് അവൾ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ആദ്യമൊക്കെ അവൾ എഴുന്നേറ്റ് നിന്ന് ഫ്രണ്ടിൽ ആൾക്കാരുടെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിലോട്ടും എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെ അമ്മ കണ്ട് ഉറക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ബസ്സിൽ കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. ഏകദേശം പെരുമ്പാവൂർ വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാലടിപ്പാലം ആയപ്പോഴത്തേക്കും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളവിടെ എത്താൻ വൈകിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബസ് 7:30 ആകുമ്പോഴത്തേക്ക് ആലത്തൂർ എത്തേണ്ടതാണ്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് 8:30 ആ സമയമായി കേട്ടോ. പൊന്നാച്ചനാണെങ്കിൽ അവളുടെ ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞപ്പം അവൾ വഴക്കായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ഇവിടെ വന്നപ്പം പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കി. അതുകൊണ്ട് വീഡിയോ വൈകിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു സ്ഥലം മാറിയത് കൊണ്ട് അവൾക്ക് ഉറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ട് കാണുമായിരിക്കുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പൊതിച്ച് മൂടി കെട്ടി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ 9:30 ആയി. അപ്പോൾ കുഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ. അവള് വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. സമയം കഴിഞ്ഞല്ലായിരുന്നു. അന്നപ്പം വിശന്നിട്ട് കരച്ചിലായിരുന്നു. അന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഫുഡൊക്കെ കൊടുത്ത് അവൾ പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെയും ഞാൻ അതിൻ്റെ പുറകെയായി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. രാവിലെ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ അധികം ഇല്ല, എന്നാലും രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. നല്ല സുഖമായി കിടന്നുറങ്ങി ഞാനും പൊന്നാച്ചനും. രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.